നഗരത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായ കിങ്സ് കോർട്ടിലെ ബാത്റൂം നിറയെ തിളക്കമാർന്ന മുഖങ്ങളായിരുന്നു. വിക്രമാദിത്യൻ നായരുടെ കോടികൾ വിലമതിക്കുന്ന നായർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ പ്രോജക്റ്റ് ലോഞ്ചിങ് പാർട്ടിയായിരുന്നു അത്. എല്ലാം തികഞ്ഞവൻ, ആരെയും ആകർഷിക്കുന്ന ആകാരവും ലോകത്തെ കീഴ്പ്പെടുത്താൻ പോന്ന മനസ്സുമുണ്ടായിരുന്നു വിക്രമിന്. എന്നാൽ ഈ ആൾക്കൂട്ടത്തിനിടയിലും അവൻ്റെ കണ്ണുകൾക്ക് ഒരു തണുപ്പായിരുന്നു. അതേസമയം ഹോട്ടലിൻ്റെ അടുക്കള ഭാഗത്ത് കാറ്ററിംഗ് ടീമിലെ പുതിയ ജോലിക്കാരിയായി അഞ്ജലി തിരക്കിട്ട ഓട്ടത്തിലായിരുന്നു. കയ്യിലുള്ള ട്രേ ബാലൻസ് തെറ്റി താഴെ വീണതും അതിലുണ്ടായിരുന്ന വൈൻ ചില്ലുകൾ ശബ്ദത്തോടെ ചിതറി. ആ ശബ്ദം കേട്ട് അടുക്കള മേധാവി അവളെ ചീത്ത പറഞ്ഞു. "ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല അഞ്ജലി, പോയി നിന്റെ അനിയൻ്റെ ഓപ്പറേഷനുള്ള വഴി നോക്ക്." അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹൃദയത്തിൽ കനം വെച്ചൊരു ഭാരം. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഉടൻ കണ്ടെത്തേണ്ട ഭീമമായ തുക. പുറത്ത് വിക്രമിൻ്റെ അടുത്ത സുഹൃത്തും എതിരാളിയുമായ സഞ്ജയ് വർമ്മ വിക്രമിൻ്റെ കയ്യിലുള്ള ഒരു കറുത്ത പെൻഡ്രൈവ് തട്ടിയെടുത്ത് ഒരു ചിരിയോടെ പറഞ്ഞു, "ഗുഡ് ബൈ വിക്രം, നിന്റെ ബിസിനസ് മാത്രമല്ല നിന്റെ ഇമേജും ഇന്ന് തീരും." സഞ്ജയ് ആ പെൻഡ്രൈവ് ഒരു വലിയ സ്ക്രീനിൽ കണക്ട് ചെയ്തു. അതിൽ വിക്രമിൻ്റെ ചില സ്വകാര്യ നിമിഷങ്ങൾ പുറത്തു വന്നാൽ നായർ ഗ്രൂപ്പിൻ്റെ അന്തസ്സ് തകർക്കുന്ന ദൃശ്യങ്ങൾ. ഗായത്രി ദേവി, വിക്രമിൻ്റെ അമ്മ, ഞെട്ടിത്തരിച്ചു നിന്നു. അവർ കണ്ടത് സഞ്ജയ് അടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ചു നിർത്തി വിവാഹം കഴിച്ചാൽ ഇത് റിലീസ് ചെയ്യില്ല എന്ന് വിക്രമിനോട് ആവശ്യപ്പെടുന്നതാണ്. "വിക്രം, ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. നീ ഒരു പെൺകുട്ടിയെ ഉടൻ വിവാഹം കഴിക്കണം. ആർക്കും അറിയാത്ത, ചോദ്യം ചെയ്യാത്ത, നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയെ." ഗായത്രി ദേവി മകനോട് അലറി. അടുക്കളയിൽ ശമ്പളം ചോദിച്ചപ്പോൾ കിട്ടിയ ഭീമമായ കടബാധ്യതയുടെ കണക്ക് കേട്ട് അഞ്ജലി തല കറങ്ങി വീഴാൻ പോയി. അപ്പോഴാണ് കറുത്ത സ്യൂട്ട് ധരിച്ച ഒരു ബോഡി ഗാർഡ് അവളുടെ അടുത്ത് വന്ന് ഒരു കടലാസ് കഷ്ണം നീട്ടിയത്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: "ഒരു രാത്രി, ഒരു വിവാഹം, രൂപ 50 ലക്ഷം. നിങ്ങളുടെ സഹോദരൻ്റെ ഓപ്പറേഷൻ ഞാൻ ഏറ്റെടുക്കാം. ഒറ്റ കണ്ടീഷൻ, 1 വർഷത്തേക്ക് എൻ്റെ ഭാര്യയായി അഭിനയിക്കണം. ഇത് ഒരു കച്ചവടമാണ്. താല്പര്യമുണ്ടെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഹാളിലെ വിക്രമാദിത്യൻ നായരുടെ അടുത്തേക്ക് വരിക." അഞ്ജലിയുടെ കയ്യിൽ ആ തുകയുടെ ചെക്ക് വെച്ചുകൊണ്ട് ബോഡിഗാർഡ് പറഞ്ഞു, "സമയം തുടങ്ങി. നിങ്ങളുടെ സഹോദരൻ്റെ ജീവനാണ് ഈ 10 മിനിറ്റിനുള്ള തീരുമാനം." അഞ്ജലി നിറഞ്ഞ കണ്ണുകളോടെ കീറിയ സാരിത്തുമ്പ് മുറുകെ പിടിച്ച് വിക്രമാദിത്യൻ്റെ അടുത്തേക്ക് നടന്നു. വിക്രമാദിത്യൻ നായർ സ്റ്റേജിന് മുകളിൽ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിഗൂഢമായ ഒരു ചിരിയോടെ നിന്നു. സഞ്ജയ് വർമ്മയുടെ കയ്യിലെ പെൻഡ്രൈവിൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പ്ലേ ആകാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഗായത്രി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അഞ്ജലി വിയർത്ത കൈകളോടെ തൻ്റെ കീറിയ സാരിത്തുമ്പ് ചേർത്ത് പിടിച്ച് സ്റ്റേജിലേക്ക് കയറി വന്നു. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എന്നാൽ മുഖത്തൊരുതരം നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. രൂപ 50 ലക്ഷം, സഹോദരൻ്റെ ജീവൻ, അതിനപ്പുറം മറ്റൊന്നും അവൾക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. വിക്രം അവളെ നോക്കി. സാധാരണക്കാരി പേടിച്ചു വിറയ്ക്കുന്നു. എന്നാൽ ദൃഢമായ ഒരു തീക്ഷ്ണത ആ കണ്ണുകളിൽ അവൻ കണ്ടു. "നിങ്ങളുടെ പേര്?" വിക്രം കടുപ്പത്തിൽ ചോദിച്ചു. "അഞ്ജലി മേനോൻ," അവൾ മറുപടി പറഞ്ഞു. ശബ്ദം ഇടറി. "ഗുഡ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണിത്. ഞാൻ എൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തുന്നു, മിസ്സിസ് അഞ്ജലി വിക്രമാദിത്യൻ നായർ." വിക്രം ഉറക്കെ പ്രഖ്യാപിച്ചു. വിക്രമിൻ്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ അലയടിച്ചു. സഞ്ജയ് വർമ്മ ഞെട്ടിത്തെറിച്ചു. "ഇത് കള്ളമാണ്. ഇവൾ ആരാണ്?" "എനിക്കറിയാം, ഇത് നിന്റെ പുതിയ പ്ലാനാണ് വിക്രം." "സഞ്ജയ്, എൻ്റെ പുതിയ ഭാര്യയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞങ്ങൾ 1 മാസം മുൻപ് വിവാഹിതരായതാണ്. നിങ്ങൾ ഞങ്ങളുടെ പ്രൈവസിയിൽ ഇടപെടുന്നതിൽ എനിക്ക് താല്പര്യമില്ല." വിക്രം അഞ്ജലിയുടെ കയ്യിൽ ബലമായി പിടിച്ചു. അവൻ അവളുടെ കയ്യിൽ ഒരു മോതിരം അണിയിച്ചു. വെറും 1 മിനിറ്റിൽ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ആൾക്കൂട്ടത്തിൻ്റെ കൈയടികൾക്കിടയിൽ വിക്രം സഞ്ജയിൻ്റെ നേർക്ക് പുച്ഛത്തോടെ നോക്കി. കളങ്കപ്പെടുത്താൻ വെച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ ഒരു മൂല്യമില്ലാത്ത വെറും ഭ്രാന്തൻ്റെ വാദമായി മാറി. കാരണം അവന് ഇപ്പോൾ ഒരു ഭാര്യയുണ്ട്. പക്ഷേ ആ കൈയടികൾക്കിടയിലും അഞ്ജലിക്ക് കേൾക്കാൻ കഴിയാത്തത് വിക്രമിൻ്റെ അടക്കി പിടിച്ച വാക്കുകളായിരുന്നു. "കളി തുടങ്ങിയിട്ടേയുള്ളൂ മിസ്സിസ് അഞ്ജലി. എൻ്റെ ലോകത്തേക്ക് സ്വാഗതം. ഇത് വെറും ഒരു കരാർ മാത്രമാണ്."
മറക്കരുത്. വിക്രമിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് അഞ്ജലി അടുത്ത ദിവസം രാവിലെ കണ്ണുകൾ തുറന്നു. അവൾ ഒരു കൊട്ടാരത്തിലായിരുന്നു. മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള നക്ഷത്ര ബംഗ്ലാവ്. കരിങ്കല്ലുകളും മാർബിളുകളും മാത്രം ഉപയോഗിച്ച് തീർത്ത ആഡംബരത്തിന്റെ പര്യായം. അഞ്ജലി ഭയത്തോടെ എഴുന്നേറ്റു. ഇന്നലെ രാത്രി നടന്നതൊന്നും ഒരു സ്വപ്നമായിരുന്നില്ല. തന്റെ സഹോദരന്റെ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള പണം വിക്രം കൈമാറിയിരിക്കുന്നു. അതായത് അവളിപ്പോൾ വിക്രമിന്റെ കരാറിലെ ഭാര്യയാണ്. ഇതാണ് നിങ്ങളുടെ പുതിയ മുറി, മിസ്സിസ് നായർ. ഹെഡ് സെർവൻറ്റ് ലക്ഷ്മി പറഞ്ഞു. ബോസ് താഴെ കാത്തിരിക്കുന്നു. വിക്രം ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുന്നിൽ ഒരു കറുത്ത ഫോൾഡ്. ഇതിലൊപ്പിടുക. അഞ്ജലി. വിക്രം ഒരു പേപ്പർ നീക്കി. ഇതാണ് നമ്മുടെ വിവാഹ കരാർ. കരാർ കാലാവധി 1 വർഷം. നിയമം 1. ഈ ബന്ധം ഒരു കച്ചവടം മാത്രമാണ്. പൊതുജനങ്ങളുടെ മുന്നിൽ മാത്രം ഭാര്യയും ഭർത്താവും. സ്വകാര്യ ജീവിതത്തിൽ പരസ്പരം ഇടപെടരുത്. നിയമം 2. ചോദ്യം ചെയ്യരുത്. വിക്രം പറയുന്നതെല്ലാം അനുസരിക്കണം. നിയമം 3. ഈ ബന്ധത്തെക്കുറിച്ച് ആരുമായും ചർച്ച ചെയ്യരുത്. 1 വർഷം കഴിയുമ്പോൾ അഞ്ജലിക്ക് 1 കോടി രൂപ ലഭിക്കും. നിങ്ങൾ എൻ്റെ ജീവിതം വിലയ്ക്ക് വാങ്ങുകയാണോ? അഞ്ജലി ദേഷ്യത്തോടെ ചോദിച്ചു. അല്ല, നിങ്ങളുടെ സഹോദരൻ്റെ ജീവനാണ് ഞാൻ വിലയ്ക്ക് വാങ്ങിയത്. ഈ കരാറിൽ ഒപ്പിടുന്നതിലൂടെ നിങ്ങൾ എൻ്റെ കളിപ്പാവയായി മാറുന്നു, വിക്രം പുച്ഛത്തോടെ പറഞ്ഞു. അഞ്ജലിക്ക് മറ്റു വഴിയുണ്ടായിരുന്നില്ല. സ്വന്തം സ്വപ്നങ്ങളെയും അഭിമാനത്തെയും വിക്രമിൻ്റെ ആഡംബര കൊട്ടാരത്തിലെ തണുത്ത കല്ലറയിൽ വെച്ച് അവൾ ആ കരാറിൽ ഒപ്പിട്ടു. അപ്പോഴാണ് ഗായത്രി ദേവി അങ്ങോട്ട് കടന്നു വന്നത്. അഞ്ജലിയുടെ സ്വഭാവം അറിയാൻ എൻ്റെ ആളുകൾ പോയിരുന്നു. ഇവൾ ഒരു സാധാരണക്കാരിയാണ്. എങ്കിലും അവർ അഞ്ജലിയെ അടിമുടി നോക്കി. ഇവൾ ഒരു സാധാരണക്കാരിയായി ജീവിക്കാൻ പഠിച്ചവളാണ്, വിക്രമിന് ചേർന്നവളല്ല. പക്ഷേ 1 വർഷത്തേക്ക് ഈ നാടകം കളിച്ചേ പറ്റൂ, ഗായത്രി ദേവി അഞ്ജലിയോട് സ്വകാര്യമായി പറഞ്ഞു. മോൾക്ക് പണം വേണം. എനിക്ക് എൻ്റെ മകനും കുടുംബത്തിൻ്റെ അന്തസ്സും. രഹസ്യങ്ങൾ രഹസ്യമായിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ അനിയൻ്റെ ജീവൻ മാത്രമല്ല, നിന്റെ കുടുംബത്തിൻ്റെ സമാധാനവും നഷ്ടമാകും. അഞ്ജലി ഭയന്നുപോയി. പണത്തിനു വേണ്ടി സമ്മതിച്ച ഒരു കരാറായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ അതൊരു കെണിയായി മാറിയിരിക്കുന്നു. കോർപ്പറേറ്റ് ലോകത്തിലെ വെല്ലുവിളികൾ. ആദ്യത്തെ ഔദ്യോഗിക പരിപാടി നായർ ഗ്രൂപ്പിന്റെ വാർഷിക കോർപ്പറേറ്റ് ഗാല. അഞ്ജലി വില കൂടിയ പട്ടുസാരിയിൽ കഴുത്തിൽ വജ്രമാലകളോടെ വിക്രമിനൊപ്പം വേദിയിലെത്തി. വിക്രം ദേഷ്യത്തോടെ അഞ്ജലിയുടെ ചെവിയിൽ പറഞ്ഞു. ചിരിക്കുക. ഈ ലോകം കണ്ട ഏറ്റവും സന്തോഷവതിയായ ഭാര്യയായി അഭിനയിക്കുക. സഞ്ജയ് വർമ്മയും കുടുംബവും അവിടെ എത്തിയിരുന്നു. അവന്റെ ഓരോ നോട്ടവും അഞ്ജലിയെ ചുട്ടുപൊള്ളിച്ചു. വിക്രം, നിനക്ക് ഇങ്ങനെയുള്ള തരം പെൺകുട്ടികളെയാണോ ഇഷ്ടം? നിങ്ങളുടെ ബിസിനസ് നിലവാരത്തിന് ഇവർ ഒട്ടും പോരാ, സഞ്ജയ് പരിഹസിച്ചു. അഞ്ജലി തകർന്നു പോയി. എന്നാൽ തൻ്റെ സഹോദരൻ്റെ മുഖം മനസ്സിലോർത്ത് അവൾ പിടിച്ചു നിന്നു. എൻ്റെ ഭർത്താവിൻ്റെ നിലവാരം തീരുമാനിക്കാൻ സഞ്ജയ് സാർ ആളായിട്ടില്ല. ഞങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്, പണത്തിന് വേണ്ടിയല്ല, അഞ്ജലി മറുപടി പറഞ്ഞു. ആൾക്കൂട്ടം ഞെട്ടി. വിക്രം പോലും അഞ്ജലിയുടെ ഈ മറുപടിയിൽ അമ്പരന്നു പോയി. അവളുടെ കണ്ണുകളിലെ തീക്ഷ്ണത അവനെ ആകർഷിച്ചു. നിങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ വിക്രം നിങ്ങൾക്കായി എന്താണ് ചെയ്തത്? അവസാനത്തെ വെക്കേഷൻ? സഞ്ജയ് പരിഹാസം തുടർന്നു. അഞ്ജലിയുടെ മുഖം വിളറി. കരാറിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആ നിമിഷം വിക്രം ഇടപെട്ടു. സഞ്ജയ്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ നൽകുന്ന സമ്മാനങ്ങളും അവളോടൊപ്പമുള്ള യാത്രകളും ഞങ്ങളുടെ പ്രൈവസിയാണ്. എന്നാൽ ഒന്ന് പറയാം, എൻ്റെ ഭാര്യയെ വില കുറച്ച് കാണുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ വിജയത്തിൽ പങ്കാളിയായ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നാളത്തെ ബോർഡ് മീറ്റിംഗിൽ ഒരു പ്രധാന സ്ഥാനം ഞാൻ നൽകാൻ പോവുകയാണ്. വിക്രം അഞ്ജലിയെ നോക്കി. നമുക്ക് പോകാം ഡിയർ, എൻ്റെ കോർപ്പറേറ്റ് ലോകത്തേക്ക്. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അഞ്ജലി വീണ്ടും ഞെട്ടി. ഒരു സാധാരണ കാറ്ററിംഗ് ജോലിക്കാരിക്ക് കോർപ്പറേറ്റ് ബോർഡ് മീറ്റിംഗിൽ സ്ഥാനം. വിക്രം അവളെ തൻ്റെ പണത്തിൻ്റെയും കളിയിലെ കരുവായും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നായർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ജോലി അഞ്ജലിയെ മാനസികമായി തളർത്തി. അവൾക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിക്രമിൻ്റെ സെക്രട്ടറി മീര അഞ്ജലിയെ സഹായിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൾ അകലം പാലിച്ചു. ഒരു ദിവസം രാത്രി മുറിയിലെത്തിയ അഞ്ജലി കണ്ടത് വിക്രം കമ്പ്യൂട്ടറിൽ എന്തോ തിരക്കിലാണ്. അവൻ്റെ മുറിയിൽ അവൾക്കായി ഒരു ചെറിയ സ്ഥലം മാത്രമാണ് ഒരുക്കിയിരുന്നത്. എന്താ ഇവിടെ? വിക്രം തല ഉയർത്താതെ ചോദിച്ചു.
എനിക്ക് എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ വെറുതെ വിടണം. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, അഞ്ജലി നിസ്സഹായയായി പറഞ്ഞു. വിക്രം കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണെടുത്ത് അവളെ നോക്കി. ഈ കളിയിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾക്കാകില്ല. നിങ്ങൾ ഒപ്പിട്ടത് ഒരു കരാറിലാണ്, ഒരു സാധാരണ ഒപ്പിടലല്ല. ഇനി നായർ കുടുംബത്തിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഭാര്യയായി ജീവിക്കണം. നിങ്ങളുടെ സഹോദരൻ്റെ ജീവൻ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. ആ വാക്കുകൾ അഞ്ജലിയുടെ നെഞ്ചിൽ തറച്ചു. നിങ്ങൾ എന്തിനാണ് എന്നെ ഈ കളിയിലേക്ക് വലിച്ചിഴച്ചത്? എന്തിനാണ് എന്നെ വെച്ച് നിങ്ങൾ ഈ നാടകം കളിക്കുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വിക്രം കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യവും ഒപ്പം വേണ്ടാത്തൊരു വിഷാദവും നിഴലിച്ചു. ഞാൻ നിങ്ങളോട് ഇടപെടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു വർഷം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. അതിലൂടെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കണം. ഒപ്പം എൻ്റെ ബിസിനസ് നിലനിർത്തണം. അവൻ്റെ വാക്കുകൾ അലിവുണ്ടായിരുന്നില്ല. അഞ്ജലി ആ മുറിയിലെ വലിയ ജനലിനടുത്തേക്ക് പോയി. മുംബൈ നഗരം താഴെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഈ ലോകത്ത് താൻ തീർത്തും ഒറ്റപ്പെട്ടവളായി അവൾക്ക് തോന്നി. നിങ്ങൾക്ക് എന്നെ വെറുതെ വിടാൻ പറ്റില്ലേ? അവൾ പതിയെ ചോദിച്ചു. വിക്രം ഒരു നിമിഷം നിശബ്ദനായി നിന്നു. എനിക്കോ? എനിക്ക് നിങ്ങളെ വെറുതെ വിടണമെങ്കിൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തണം. അവൻ്റെ വാക്കുകൾ അവൾക്ക് കൂടുതൽ ഭയമുണ്ടാക്കി. വിക്രം അവളുടെ അടുത്ത് വന്നു. ഓർക്കുക, ഈ മുറിയിലെ നമ്മുടെ അകലം എൻ്റെ അമ്മയ്ക്ക് പോലും സംശയമുണ്ടാക്കരുത്. അടുത്ത മാസം എൻ്റെ ബിസിനസ് ട്രിപ്പിന് നിങ്ങൾ എന്നെ അനുഗമിക്കണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അഞ്ജലിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒരു വർഷം ഈ മനുഷ്യൻ്റെ തണുത്ത ചിറകിനടിയിൽ ഒരു തടവുകാരിയെപ്പോലെ ജീവിക്കണം. പക്ഷേ അവൾക്ക് ഒരു സത്യം മനസ്സിലായി. വിക്രം പുറമേക്ക് കാണുന്നത് പോലെ അത്ര ലളിതമായിരുന്നില്ല. അവൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്.